ഏത് ഡോക്ടറെ എടുത്ത് നോക്കിയാലും കാഴ്ച ഇല്ല. പോരാത്തതിന് അവിടുത്തെ ഡോക്ടർമാരൊക്കെ ഇപ്പോൾ കുറേ കാലമായിട്ട് ഇവിടുന്ന് ഈ വയനാട് ജില്ലയെന്നോ അല്ലെങ്കിൽ കേരളത്തിന് എവിടെന്നെങ്കിലും ക്യാൻസർ ഓപ്പറേഷൻ വേണമൊക്കെ പറഞ്ഞ് അവരിരുന്ന് പിറ്റേ ദിവസം ചെല്ലുമ്പോൾ അത് മാറിയ ഡോക്ടർമാർ എന്നെ ചോദിക്കും, പുൽപ്പള്ളിയിലെ മാസാറിനെ കണ്ടിടണോ വന്നേന്ന ഒത്തിരി ഡോക്ടർമാർ രോഗികൾ ചോദിക്കാറുണ്ട്. അവരൊക്കെ എന്നെ വിളിച്ചു പറഞ്ഞു, രോഗികൾ ചോദിക്കുന്നു. ഒരിക്കൽ ഈ കുറച്ചാണ് മുമ്പ് നടവയിൽ ഒരു കൊച്ചിനെ ട്യൂമർ വിളിച്ചു. 4-5 വയസ്സൊക്കെയുണ്ട് കൊച്ചിന്. ട്യൂമർ വിളിച്ച് ആദ്യം തന്നെ ചികിത്സയിലായിരുന്നു. അത് ട്യൂമർ വല്ലാണ്ട് കൂടി. അപ്പം അവിടുത്തെ ഡോക്ടർ പറഞ്ഞു, നടവയിലെ ആ കൊച്ചിൻ്റെ അപ്പനോട് പറഞ്ഞു, ഈ പുൽപ്പള്ളിയിലൊരു മാസാറുണ്ട്, അവിടുത്തെ ഡോക്ടറാണ് പറഞ്ഞു കൊടുത്ത്, മാസാറുണ്ട്, കിട്ടുമെങ്കിൽ വിളിച്ചോ, എന്നാൽ കർത്താവ് എന്തെങ്കിലും ചെയ്യുമെന്ന്. ശാസ്ത്രത്തിൽ ചെയ്യാൻ പറ്റില്ല എന്ന്. അതുകൊണ്ട് കൃത്യം വിളിച്ചൊക്കെ ഞാൻ വീട്ടിലുണ്ടായിരുന്നു. ഞാൻ വേണം അവൻ്റെ വീട്ടിൽ വന്നുകൊണ്ട് നടവലി പോയി. നടവലിൽ നിന്ന് മുഖത്തിന് അപ്പോൾ ഡോക്ടർ പറഞ്ഞു കിട്ടിയെന്ന് ചോദിച്ചു. കിട്ടിയെന്ന് പറഞ്ഞു. അപ്പം ഡോക്ടർ വെച്ച് വരാൻ തുടങ്ങുവാണോ എന്ന് ചോദിച്ചു നടവലിയിൽ നിന്ന്. അപ്പം ആ ഡോക്ടർ ചോദിച്ചപ്പോൾ എന്നെ കൊണ്ടുപോയി വെച്ച് പറഞ്ഞു, കൊച്ചിൻ്റെ അപ്പൻ വല്യപ്പൻ അവിടെ ഉള്ളത്, അതിലിപ്പം നിൽക്കുന്ന വല്യപ്പന്. അപ്പം കൊച്ചിൻ്റെ അപ്പൻ പറഞ്ഞു, പിന്നെ സാറിനെ കിട്ടിയിട്ടുണ്ട് സാറേ, അവിടെ ഇപ്പം തന്നെ ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോകുമെന്ന് പറഞ്ഞു. ഇപ്പം തന്നെ ഇറങ്ങുമെന്ന് പറഞ്ഞു. ഒരു ഞങ്ങൾ ഇവിടുന്ന് വിട്ടുപോയി. കൊച്ചിൻ്റെ അപ്പനെ ഞാൻ വിട്ടുപോയി. മുഖത്ത് ആശുപത്രിയിൽ ചെന്നപ്പോൾ ആശുപത്രി പല പ്രാവശ്യം എന്നെ കൊണ്ടുപോകണമാണ് ഡോക്ടർമാർ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഗേറ്റിൻ്റെ അടുത്ത് വണ്ടി നിർത്തിയിട്ട് ഡോക്ടർ ഓടി വന്നു. ഇങ്ങനെ എന്നെയും പിന്നെ അപ്പനെ കൂടെ കൊണ്ടുപോയപ്പോൾ ആ കൊച്ച് കട്ടിലാൽ എണിച്ച് ഇരുന്ന് ഈ പന്തൊക്കെ ഉരുട്ടി കളിച്ച് നല്ല ചിരിയും കളിയാക്കിയിരിക്കുക. അപ്പം ഞാനല്ല പറഞ്ഞത്, ഡോക്ടർ അവരോട് പറഞ്ഞു, ഈ മാത്തു സാർ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നെന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ കൊച്ചിൻ്റെ ക്യാൻസർ പോയെന്ന്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഒത്തിരി കരയാറുണ്ട്. ഇങ്ങനെ എന്താ ഞാൻ ചുമ്മാ പറഞ്ഞ ഒത്തിരി പോകും. ഇപ്പോൾ ഡോക്ടർമാർക്ക് തന്നെ എൻ്റെ ക്ലാസ് കേൾക്കാൻ വരുന്ന കേട്ടോ. കേരളത്തിലെ ഒരുപാട് സ്ഥലത്തെ ഡോക്ടർമാർ ഞാൻ എവിടെയെങ്കിലും എന്നെ വിളിച്ചു വെച്ചിട്ട് വരുന്ന കാണാനും എങ്ങനെ പോകണമെന്ന് കാണാനും പഠിക്കാനും. പിന്നെ കുറേ ഡോക്ടർമാർ സൗഖ്യപ്പെടുത്തും കർത്താവ് നമ്മൾ. ഞാൻ പറഞ്ഞത് യേശുവിൻ്റെ നാമത്തിൽ തീയക ദൈവത്തിന് ആദ്യം പറയുക, നാട്ടുകാരോട് പറയുക, ഈ വ്യക്തിക്ക് ക്യാൻസർ എന്നുള്ള ഒരു മേഖല ഇല്ല. ഇനി അതുകൊണ്ടൊന്നും ഓർത്ത് ഒരു നടക്കവും വേണ്ട. പിന്നെ ഞാൻ പറഞ്ഞായിരുന്നു, ക്യാൻസർ മാത്രം മാറിയാൽ അത് മാറിയെന്ന് ഒരു ഡോക്ടറും പറയില്ല. അത് ശാസ്ത്രം അങ്ങനെയാണ്. പിന്നെ എപ്പോഴെങ്കിലും വരാൻ സാധ്യതയുണ്ടെന്നാണ് ശാസ്ത്രം തെളിയിച്ചങ്ങനെ. അതുകൊണ്ട് ഒരു 500 ക്യാൻസർ വരെയും നമ്മൾക്കൂടി മാറി. അവർക്ക് പിന്നെ ക്യാൻസർ വന്നതായിട്ട് ചർച്ച ഞാൻ കേട്ടിട്ടില്ല. ഡോക്ടർമാർക്കൊക്കെ അറിയാം, ക്യാൻസറിൻ്റെ ഡോക്ടർമാർക്കും അറിയാം. അതുകൊണ്ട് ദൈവത്തിന് അസാധ്യമൊന്നുമില്ല. ഈ ശരീരം സൃഷ്ടിച്ചതും ഇതൊക്കെ ഉണ്ടായതും ഇവർ കണ്ടതും യേശു ക്രിസ്തു കണ്ടതുകൊണ്ടാണ് ഇവനെ അവസരം തന്നതും യേശു എടുത്തുകൊണ്ടുപോയി. പിന്നെ ഡോക്ടർമാരുടെ ആവശ്യമില്ല. പിന്നെ ഇനി മേലിൽ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ ഈ കണാവണൊക്കെ ചെയ്താൽ പിന്നെ ഉണ്ടാവില്ല, ശരീരം പോകും. അതുകൊണ്ട് ചെയ്യിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. യേശു ക്യാൻസർ പോയി, ഡോക്ടർമാർ നോക്കി ക്യാൻസർ എന്ന് പറഞ്ഞാൽ പിന്നെ അവരെ പുറകേണ്ട വല്ല കാര്യമുണ്ടോ? പിന്നെ പുറകാണെന്നല്ല അവിശ്വാസി എന്ന് പറഞ്ഞാൽ യേശുവിനെ ചതിച്ചു എന്ന് ആരുടെ അത് നല്ലോണം അറിഞ്ഞേക്കാണല്ലോ കേട്ടോ. പിന്നെയും ഡോക്ടർമാർ അവർ എല്ലാം പറഞ്ഞ് ഇല്ലെന്ന്. അങ്ങനെ ഇല്ലെന്ന് പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ അവർ ഒന്നോട് വേണം അത് വേണം ഒന്നോട് ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ അവിശ്വാസി എന്ന് എൻ്റെ പേര്. ആരെ ചതിച്ചത്? അത് നല്ലോണം ഓർമ്മ എല്ലാവർക്കും വേണേ. യേശു നന്ദി. അതാ പിന്നെ കുടുംബത്തിൻ്റെ പിന്നെ വലിയ ഗരുവാടായി മാറും. അതുകൊണ്ട് യേശു തന്നാൽ പിന്നെ വേറെ ആൾ നോക്കേണ്ട കാര്യമില്ല യേശു. അതുകൊണ്ട് എല്ലാ ഡോക്ടർമാർക്കും അറിയാതെ, അമ്മക്കത്തെ അറിയാം, തലശ്ശേരിയിലെ അറിയാം, കണ്ണൂരുള്ള ഒരു മേലുണ്ട്, ഒരു ഡോക്ടറുണ്ട്, 2 ഡോക്ടർമാർ അവിടെയുണ്ട്, അവർക്കും അറിയാം, ഇതെല്ലാവർക്കും അറിയാം. അവിടെ ഇപ്പോൾ ഇനി സന്തോഷത്തോടെ ദൈവത്തിന് നന്ദിയൊക്കെ പറഞ്ഞാൽ അവിടെ ആ പ്രേക്ഷകർ ഒരാളവിടെ നിൽക്കണം. അവിടെ റൊട്ടി അവിടെ കൊണ്ടുവച്ചാൽ പട്ടി കൊണ്ടുപോകും. അവിടെ റൊട്ടി കൊണ്ടുവച്ചാൽ അവരാണെങ്കിൽ ഒരുപാട് വടകര പോയേക്കുക, അതായത് മലപ്പുറം ജില്ലയിൽ പോയേക്കുക. എന്നിട്ട് വേറെ ആൾ പറഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവച്ചേക്കണം ആ റൊട്ടി. അത് ഞാൻ പറഞ്ഞത് വേണ്ടെന്ന്. അപ്പോൾ പറഞ്ഞ് സമ്മതിക്കില്ല. അത് എന്നും തന്നെ അവർ വടകര പോയേക്കുക. വടകരല്ല, മലപ്പുറത്ത്
അവിടെ പോയേക്കുക, അവരുടെ സ്വന്തക്കാർ ഒരു പരിപാടിക്ക് പോയേക്കുക, കടയെ കടച്ചിട്ട് പോയേക്കുക. അപ്പം ഇത് വേറെ ആൾ പറയച്ചൂടെ കൊണ്ടുവച്ചു പോവുക. അതുകൊണ്ട് അത് സൂക്ഷിച്ച് അവർ ഇവിടെ പോണേൽ റൊട്ടി ചുണ്ടൊന്നൊക്കെ തിന്ന് ശരി നല്ല വെള്ളമോടെ ജീരോടെ മരുന്ന് അത് തിന്ന് സന്തോഷത്തോടെ നന്ദിയും പറഞ്ഞു പോയി. നിങ്ങളുടെ കാര്യം നോക്ക്. മനസ്സിലായോ?